മനുഷ്യന്റെ ശീലങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് നല്ല ശീലങ്ങളുമുണ്ട്, ദുശീലങ്ങളുമുണ്ട്. നല്ല ശീലങ്ങൾക്ക് അതിന്റെ തുടക്കത്തിൽ കിട്ടുന്ന പ്രോത്സാഹനവും അംഗീകാരവും തീർച്ചയായിട്ടും കാരണമായി തീരും. അതേ രീതിയിൽ തന്നെയാണ് ദുശീലങ്ങൾക്ക്. ദുശീലങ്ങൾക്ക് കുട്ടികൾക്ക് അതിന്റെ തുടക്കത്തിൽ കിട്ടുന്ന മൗനസമ്മതം, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ ബോധപൂർവമായ അശ്രദ്ധ, അല്ലെങ്കിൽ അവന്റെ ചീത്ത കൂട്ടുകെട്ട്, സമൂഹത്തിന്റെ തെറ്റായ ഇടപെടൽ, ഇതൊക്കെ കാരണമായി തീരും. ആ ശീലങ്ങൾ അവനിൽ ഉറപ്പിച്ചാൽ, ആ ശീലങ്ങൾ നിത്യമായി അവൻ അതിവ്യാപൃതനായാൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിലും സമൂഹത്തിലും അത് പ്രതിഫലിക്കപ്പെടും. ഗുരുവിനടുത്ത് ഒരു സ്ത്രീ തന്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ പുകവലിക്ക് അങ്ങേയറ്റം അടിമപ്പെട്ടിരിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകളാണ് അതിന്റെ കാരണം. ഗുരു ആ കുട്ടിയെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്ന് ഒരു ഉദ്യാനത്തിലെത്തി. ഉദ്യാനത്തിൽ ഒരുപാട് ചെടികളുണ്ട്. അതിലൊരു ചെടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോൻ അതിനെ പറിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു. ഈ മകൻ വളരെ ലാഘവത്തോടുകൂടി ആ ചെടി പറിച്ചുകൊണ്ട് വന്നു. ഉദ്യാനത്തിലെ അല്പം തടി വളർന്ന ഒരു ചെടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിങ്ങി പറിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും കുട്ടി അത് പറിച്ചുകൊണ്ട് വന്നു. എന്നാൽ ഉദ്യാനത്തിലെ തന്നെ ഒരു വലിയ മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, അതിങ്ങി പറിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഈ കുട്ടി എത്ര പരിശ്രമിച്ചിട്ടും ആ ചെടിയെ പറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ മരത്തെ പറിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ ദുശ്ശീലങ്ങൾ. വളരെ ചെറുപ്രായത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ലാഘവത്തോടു കൂടി നമുക്ക് അവന്റെ ജീവിതത്തിൽ നമ്മൾ തുടച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അറിയാതെ ആ ചെടി വളർന്ന് വലിയ മരമാണെങ്കിൽ പിന്നീട് നമ്മളൊന്ന് തിരുത്താൻ ശ്രമിക്കുമ്പോൾ വലിയ മരത്തെ പിഴുതെറിയുന്ന ഗൗരവം, പ്രശ്നം, പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും.